അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. മറവി എന്നത് പല സന്ദർഭത്തിലും മനുഷ്യന് വലിയ അനുഗ്രഹങ്ങളാണ്. ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കട ദിനരാത്രങ്ങളുമൊക്കെ മറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക? എന്നാൽ പരീക്ഷണമാകുന്ന മറവിയുണ്ട്. നമുക്ക് നിയന്ത്രിക്കാൻ സാധ്യമല്ലാത്ത, നമുക്ക് പിടിച്ചു വെക്കാൻ കഴിയാത്ത ഒരു മഹാനുഗ്രഹമാണല്ലോ ഓർമ്മ. അത് നഷ്ടപ്പെട്ടു പോവുക എന്ന് പറയുന്നത് വലിയ പരീക്ഷണമാണ്. എന്നാൽ അപരാധമാകുന്ന മറവിയുണ്ട്. അത് പ്രപഞ്ച സൃഷ്ടാവായ പടച്ച തമ്പുരാനെ മറന്നു പോവുക എന്നതാണ്. നമ്മെ സൃഷ്ടിക്കുകയും നമ്മുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന് പറഞ്ഞറിയിക്കാൻ പോലും സാധ്യമല്ലാതിരുന്ന ഒരു കാലത്തും നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി തന്നിട്ടുള്ള, നമ്മെ പടിപടിയായി വളർത്തിയിട്ടുള്ള, നമുക്ക് ഏറ്റവും നല്ല ഘടന ഭദ്രമായ രീതിയിൽ നൽകിയിട്ടുള്ള പടച്ച തമ്പുരാനെ മറന്നു പോവുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ഒരു നഷ്ടമാണ്. അതുകൊണ്ട് എപ്പോഴും പ്രപഞ്ചനാഥനെ ഓർമ്മിക്കാൻ അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ദുക്റുല്ലാഹ ദിക്റൻ കസീറ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി സ്മരിച്ചു കൊണ്ടിരിക്കുകയും രാവിലെയും വൈകുന്നേരവും ഒക്കെ അവനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുകയും. എന്തിനാണ് പ്രപഞ്ചനാഥനെ നാം സ്മരിക്കുന്നത്? നമുക്ക് വേണ്ടി തന്നെയാണ് നാം പ്രപഞ്ചനാഥനെ സ്മരിക്കുന്നത്. നമ്മുടെ മനസ്സിന് സ്വസ്ഥത ലഭിക്കുന്നതിന് വേണ്ടി. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയങ്ങൾ ശാന്തമാകാൻ എന്താണ് വേണ്ടത്? ശാന്തിക്ക് വേണ്ടി പലരും പലതും അവതരിപ്പിക്കുകയും പലരും പലതിന്റെയും പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. മനുഷ്യൻ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത്, ഗവേഷണങ്ങൾ നടത്തുന്നത് സുഗമമായ ഒരു ജീവിതത്തിന്, സ്വസ്ഥമായ ഒരു കാലത്തിനു വേണ്ടിയാണ്. പക്ഷെ എല്ലാ കണ്ടുപിടുത്തങ്ങൾക്കും ശേഷവും, എല്ലാ ഗവേഷണങ്ങൾക്ക് ശേഷവും മനുഷ്യൻ അസ്വസ്ഥതയിൽ നിന്ന് കൂടുതൽ അസ്വസ്ഥതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ലോകത്തിനു മുമ്പാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ശാന്തി വേണമെങ്കിൽ, സമാധാനം വേണമെങ്കിൽ അത് സൃഷ്ടാവായ പടച്ച തമ്പുരാനെ സ്മരിക്കുന്നതിലൂടെ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്നതാണ്. നമ്മുടെ ചുറ്റുപാടുകൾ നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ ഘടന, അതിന്റെ സൃഷ്ടിപ്പ്, അതിലുള്ള ചെറുതും വലുതുമായ ജീവജാലങ്ങൾ, നമ്മുടെ കണ്ണിന് കാണാൻ കഴിയാത്ത സൂക്ഷ്മ ജീവികൾ, അണുക്കൾ, പലതും ഉണ്ട് ഈ പ്രപഞ്ചത്തിൽ. ഒന്നൊന്നിനോട് ചേർന്ന് നിൽക്കുകയാണ്, ഒന്നൊന്നിന് സഹായമായി നിൽക്കുകയാണ്, എല്ലാം പരസ്പര ബന്ധിതമാണ്. ഇങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തെ നോക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, നിന്നും ഇരുന്നും കിടന്നും ഈ പ്രപഞ്ചത്തെ നിരീക്ഷിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമാനായ മനുഷ്യൻ പറഞ്ഞു പോകുമെന്നാണ്, റബ്ബന മാ ഖലഖത ഹാദാ ബാതില സുബ്ഹാനക ഫഖനാ അദാബന്നാർ. നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചിട്ടുള്ളതല്ല, പ്രപഞ്ചനാഥനായ അല്ലാഹുവേ, നീ പാഴ്വേലകൾ ചെയ്യുന്നതിൽ നിന്ന് പരിശുദ്ധരാണ്, ഞങ്ങളെ നീ നരകശിക്ഷയിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പറയുമെന്നാണ്. അഥവാ ഈ പ്രപഞ്ചത്തിന്റെ ഘടന കാണുമ്പോൾ, ഈ പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥാപിതത്വം കാണുമ്പോൾ, ഇതിന്റെ സന്തുലിതത്വം കാണുമ്പോൾ ബുദ്ധിയുള്ള മനുഷ്യന്റെ മനസ്സിൽ നിന്ന് അറിയാതെ പുറത്തേക്ക് വരുന്നതാണ് ദിക്ർ എന്ന് പറയുന്നത്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റുണ്ട്. പ്രപഞ്ചത്തിന്റെ നാഥനായിട്ട്, സംരക്ഷകനായിട്ട്, ഇതിന്റെ അധികാരിയായിട്ട്, യഥാർത്ഥത്തിലുള്ള ഇലാഹായിട്ട് അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന പ്രഖ്യാപനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പും ഘടനയും കണ്ടിട്ട് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്തിട്ട് പ്രപഞ്ചനാഥന് മാത്രം സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുന്നതാണ് അൽഹംദുലില്ലാഹ് എന്ന തഹ്മീദ്. ആ പ്രപഞ്ചനാഥനെ പ്രകീർത്തിക്കുന്നതാണ് അല്ലാഹു അക്ബർ എന്ന തക്ബീർ. ആ പ്രപഞ്ചനാഥനെ പരിശുദ്ധിപ്പെടുത്തുന്നതാണ് സുബ്ഹാനല്ലാഹ് എന്ന തസ്ബീഹ്. ആ അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ഖൽബ് കൊണ്ട്, ഹൃദയം കൊണ്ട്, നാവ് കൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട് പ്രപഞ്ചനാഥനെ നമുക്ക് സ്മരിക്കാം, മനസമാധാനം കൈവരിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ